മിക്സ് ചെയ്ത് പിള്ളേഴ്സിനൊന്നും വേണ്ടാണ്ടതാ ഇതുപോലെ മാറ്റിയിട്ട് നല്ല കറുത്ത തൊലിയുള്ള നല്ല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ് കേട്ടോ. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ കോപ്പിയടി. അപ്പോൾ അതാണല്ലോ മെയിൻ പരിപാടി. വേറെ പ്രത്യേകിച്ച് സാധനമൊന്നും വേണ്ട. നമ്മളെ മുട്ടേനകത്തേക്ക് കുറച്ച് മൈദപ്പൊടിയും പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ടൊരു ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നോക്കട്ടെ. മിക്സിയിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ലേശം മിക്സിയിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം ദാ ഇതുപോലെ നേർങ്ങനെ എത്ര നൈസായിട്ട് അറിയാൻ പറ്റും അത്ര എടുക്കാം കേട്ടോ. ഇതൊന്നും പോരാ പഴം ഒരു 3-4 ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല തോന്നട്ടെ. പാത്രത്തിനനുസരിച്ച് വേണം പഴം എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അത് ആ അടിച്ചു വെച്ച സാധനം ഞാൻ ഫസ്റ്റ് നമ്മളെ തേങ്ങ ഒന്ന് ചൂടാക്കി വെച്ചാൽ ഇതിനകത്ത് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഉള്ള പാത്രമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നല്ല നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ഫില്ലിങ് ആക്കണ പോലെ അങ്ങോട്ട് ആക്കി കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മളെ തേങ്ങ വറുത്ത് വെച്ചത് ഞാനിപ്പോൾ തേങ്ങയും പഞ്ചസാരയും കൂടിയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങയും പഞ്ചസാരയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ. അതിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അടിപൊളി സംഭവമായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലോട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ദോശക്കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലേന്ന് വെച്ചേട്ടോ. പക്ഷേ അത് വർക്കാവാത്തതുകൊണ്ട് ഞാൻ ദോശക്കല്ലെടുത്ത് മാറ്റിയിട്ട് വെറുതെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത്ര വലിയ വേവൊന്നുമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് സംഭവം ഇങ്ങോട്ട് സെറ്റായിട്ടാണ്. അപ്പോൾ പാത്രം വെച്ചത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ മറിക്കാനുള്ളൊരു ടാസ്ക്കാണ്. അത് വലിയൊരു ടാസ്ക് കേട്ടോ. ഞാനിത് മറിക്കാൻ ഇത് എനിക്ക് ശരിയാവുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ അളവക്കടി വേണ്ടാത്തവരെ പണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ 4 മണിക്ക് വെറുതെ ഒരു തമാശക്ക് ഞാൻ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മേടിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ചെയ്താട്ടോ. വെറുതെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ആയിട്ടാ. ഈ ഒരു സ്ട്രക്ചർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടാ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, എന്തോ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. പിന്നെ നട്ട്സൊക്കെ ഇടാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൊളിക്കും കേട്ടോ സാധനം. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങോട്ട് അരിഞ്ഞ് മുറിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മുറിഞ്ഞൊക്കെ കിട്ടിയപ്പോൾ ഞാൻ സാധാരണ എന്താക്കിയാലും പരാജയം ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഏകദേശം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത് നമ്മൾ തയ്യാറെടുപ്പുകളോടൊന്നും ചെയ്താൽ ഒന്നും വിജയിക്കില്ല കേട്ടോ. തയ്യാറെടുപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു സാധനം ആക്കി നോക്കിയാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ പറ്റിയ ഒരു ലക്കാട്ടോ ഇത്. ആർക്കും ലോട്ടറി അടിച്ചെന്ന് അറിയില്ല. അങ്ങനെ ഒന്ന് അടിച്ചതാണ് സംഭവം. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയോ. ചിലപ്പോൾ ഞാൻ തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ട് ആക്കി വരുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ചെറിയ ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ നട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇതുപോലെ ചെയ്ത പോലെ വിശപ്പ് മാറാനും ടേസ്റ്റിനും ഒക്കെ സൂപ്പർ സാധനമാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്നെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. അടിപൊളി പൊളിക്കും എന്തായാലും.